உங்க விஜய் உயிர் என்ன வரனா உங்க விஜய் எளியவன் குரல்னா നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിജയ് ഇനി നീ മിണ്ടരുത്, ഇവിടെ DMK പറയും. സസ്പെൻസിന് വിരാമമിട്ടുകൊണ്ടാണ് സിനിമകളിലെ തീപാറുന്ന GSTയെയും മരുന്ന് വിലയെയും രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകളെയും തമിഴ് സൂപ്പർ താരം വിജയ് കുത്തിനോവിച്ചത്. തമിഴ്നാട്ടിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനത്തിൽ വീടിന് മുന്നിലെ പടുകൂറ്റൻ ഗേറ്റ് തുറന്ന് വിജയ് സൈക്കിളിൽ പാഞ്ഞു നടന്നപ്പോൾ മുതൽ ചൂടുപിടിച്ചതാണ് ദളപതിയുടെ രാഷ്ട്രീയ അരങ്ങേറ്റത്തെക്കുറിച്ച് പല പ്രവചനങ്ങൾ. ഇപ്പോഴിതാ നാളെയുടെ പ്രതീക്ഷകളായ വോട്ടർമാരെ തെരഞ്ഞുപിടിച്ച് രാഷ്ട്രീയ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി സംസ്ഥാന പര്യടനം നടത്തി 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണ് വിജയ്. തമിഴകം വെട്രി കടകം എന്നാണ് വിജയിയുടെ പാർട്ടിയുടെ പേര്. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ നിന്നായിരുന്നു വിജയുടെ പര്യടനത്തിന്റെ തുടക്കം. പ്രവർത്തകരുടെ വൻ കൂട്ടമായിരുന്നു വിജയ്ക്കായി ആർപ്പുവിളികളുമായി എത്തിയത്. എന്നാൽ ആദ്യ പ്രസംഗത്തിൽ തന്നെ DMKക്കെതിരെ തിരിഞ്ഞ വിജയ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ആരംഭശൂരത്വം എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു DMK മറുപടി നൽകിയത്. മാത്രമല്ല, വിജയെക്കുറിച്ചുള്ള പരസ്യ പ്രതികരണങ്ങൾ DMK നേതൃത്വം വിലക്കുകയും ചെയ്തു. മന്ത്രിമാരടക്കം DMK നേതാക്കൾ ഇതിനൊക്കെ പ്രതികരണം നൽകിയിട്ടുണ്ട്. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചാണ് നടക്കുന്നതെന്നാണ് DMK നേതാവ് നെഹ്റു പറഞ്ഞത്. പുതുതായി വരുന്ന നേതാക്കളൊക്കെ DMKയെ വിമർശിക്കുന്നുണ്ട്, അതിനോട് തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നാണ് നെഹ്റു പറയുന്നത്. അതേസമയം തങ്ങളുടെ ഭരണ നേട്ടങ്ങളും കേന്ദ്രം തമിഴ്നാടിനെ ഞെരുക്കുന്നതും പറഞ്ഞാൽ തന്നെ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് മറ്റൊരു മന്ത്രി പറഞ്ഞത്. അതേസമയം ആവേശം വാനോളം ഉയർത്തി ജനനായകൻ വിജയ് മുന്നേറുകയാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തെ തമിഴ്നാട്ടിൽ പിഴുതെറിയുമെന്ന നിലപാടിലാണ് വിജയ്.